ഹലോ, ഇത് ഐഷ ഡിസൈൻസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒരു കിഡ്സിൻ്റെ ഫ്രോക്ക് ചെയ്യാൻ നോക്കാം. ഒരു 1 to 2 ഇയർ സൈസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കാം നമുക്ക്. ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 90 inches, ചെസ്റ്റ് റൗണ്ട് വരുന്നത് 20 to 22. ഓക്കെ, ദെൻ യോക്ക് ലെങ്ത് ആണ് 7 inches, 5.5 6.5 ലെയേഴ്സാണ് കേട്ടോ. അപ്പോൾ ക്ലോത്ത് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 മീറ്റർ കോട്ടൺ ഹാക്കോബ, അതേപോലെ 1 മീറ്റർ കോട്ടൻ്റെ ലൈനിങ്ങും വേണം. പിന്നെ 1 മീറ്റർ വൈറ്റ് കോട്ടണും അതേപോലെ ഒരു പ്യുവർ വൈറ്റ് ഫാബ്രിക്കും കേട്ടോ. സോ കട്ടിങ്ങിലേക്ക് കിടക്കാൻ 8.5 ഇഞ്ചാണ് യോക്കിന് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. 7 inches ആണ് നമ്മളെ യോക്ക് വരുന്നത്, പക്ഷേ 8.5 ആണ് ഇടുന്നത്. പിന്നെ 4 inch ഷോൾഡർ മാർക്ക് ചെയ്തു. ദെൻ 4.5 ആണ് ആം ഹോളിന് വേണ്ടിയിട്ട് ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു 7 inches ആണ് ചെസ്റ്റിൻ്റെ അളവായിട്ട് മാർക്ക് ചെയ്യുന്നത്, ഒരു 6.8 ഓൾമോസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് അതൊന്ന് കേർവ് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ താഴോട്ടേക്ക് വരച്ചിട്ട് ജസ്റ്റ് അതൊന്ന് കേർവ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് നെക്കിൻ്റെ വിഡ്ത്താണ്. നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 4.5 ആണ്. 4.5 ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് 2 ഇഞ്ചിൽ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കോർണറിലേക്ക് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ താഴെ ഭാഗം 6.8 വരച്ചിട്ട് ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്ത് നമുക്ക് ക്ലോത്ത് കട്ട് ചെയ്യാം. ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഒരേപോലെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പം മെല്ലെ നമുക്ക് ഈ പോർഷന് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങിന് വേണ്ടി എടുത്തിട്ടുള്ള കോട്ടൻ്റെ ഫാബ്രിക്കിലാണ് കേട്ടോ നമ്മളിപ്പോൾ കട്ട് ചെയ്ത്. അപ്പോൾ ഇനി യോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാക്കോബ ഫാബ്രിക്കിൽ 2 പീസും അതേപോലെ ഇതേ ലൈനിങ് പീസിൽ ഒരു 2 പീസും കൂടെ വേണം. ഓക്കെ, 50 inch വിഡ്ത്തിലും 9 inch ലെങ്ത്തിലും കോട്ടൻ്റെ ഫാബ്രിക്കും അതേപോലെ ഹാക്കോബ ഫാബ്രിക്കും 2 പീസ് എടുക്കാം. അപ്പോൾ നമുക്കത് എടുത്ത് വെക്കാൻ. ഇനി സ്കേർട്ട് പോർഷന് കട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ക്ലോത്തിന് വെടുത്ത് വരുന്നത് 40 മീറ്റർ ആണ്. 5.5 ഇഞ്ചാണ് ഫസ്റ്റ് ലെയർ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ തയ്യൽ തുമ്പോടെ കൂട്ടിയിട്ട് 6.5 ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 6.5 ഫസ്റ്റ് ലെയർ കട്ട് ചെയ്യാം. നിങ്ങൾ ഏത് മെറ്റീരിയലാണോ എടുക്കുന്നത് ആ ഒരു മെറ്റീരിയലിൻ്റെ ക്ലോത്തിൻ്റെ വെടുത്ത് എടുത്താൽ മതി കേട്ടോ. സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് 7.5 ഇഞ്ചിൽ ക്ലോത്തിൻ്റെ വെടുത്തിൽ 3 പീസ് വേണം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ലെയർ ഒരു പീസാണെങ്കിൽ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് സെയിം വെടുത്തിലുള്ള 3 പീസ് വേണം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് 3 ഹാക്കോബ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് തേർഡ് ലെയറിൻ്റെ 3 പീസസ് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അത് ഫ്രില്ലിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 3 പോയിൻറ്റ്സിൻ്റെയും സൈഡിൽ ഹാക്കോബ ഇല്ലാത്ത സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ജോയിൻ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പം ഇനി നമുക്ക് വേണ്ടത് ജസ്റ്റ് അതിൻ്റെ ലോവർ പാർട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ചെറുതായിട്ട് മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക. അപ്പം നല്ല നീറ്റായിട്ട് കിട്ടും. ഹാക്കോബ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. സോ നമുക്ക് ഇനി വേണ്ടത് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഫ്രില്ലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് ലെയറിൻ്റെ 40 ഇഞ്ച് വിടുത്താണ് വരുന്നത്. അപ്പോൾ ഈ 3 പീസും കൂടെ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു 40 ഇഞ്ച് വിടുത്ത് കിട്ടണം. ഓക്കെ, കാരണം നമുക്കിത് ഫസ്റ്റ് ലെയറിൽ അറ്റാച്ച് ചെയ്യാനുള്ളതാണല്ലോ. സോ ഇതേപോലെ കുഞ്ഞായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുക. ഈ ഫ്രില്ലിട്ട പീസ് നമുക്കിനി ഫസ്റ്റ് ലെയറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആ ഫസ്റ്റ് ലെയറിൻ്റെ ആ ഒരു പീസിലേക്ക് ജസ്റ്റ് മെല്ലെ വെച്ചിട്ട് അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ, കാരണം ഫ്രില്ലിട്ട പാർട്ട് ആയതുകൊണ്ട് തന്നെ കുടുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഫ്രില്ലിട്ടത് അതുപോലെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഫസ്റ്റ് ലെയർ ജസ്റ്റ് ഒന്ന് ഫ്രില്ലിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പകരം നൂലിട്ട് വലിച്ചാലും മതി, അതെല്ലാവർക്കും അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 5 ഇഞ്ച് വിഡ്ത്തിൽ സ്റ്റിച്ച് ഇട്ടിട്ട് ജസ്റ്റ് നമുക്ക് വേണ്ടത് ഫ്രോക്കിൻ്റെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് ഒരു 20 or 22, ഏകദേശം ആ ഒരു വിഡ്ത്താണ് ഒരു 1.5 year ഉള്ള ബേബിക്ക് വരിക. സോ ആ ഒരു വിഡ്ത്തിലേക്ക് ആ ഒരു ഫസ്റ്റ് പീസിനെ കൊണ്ടുവരിക. 20 to 21 ഇഞ്ചസിലേക്ക് ആ ഒരു ഫാബ്രിക് മെല്ലെ നമ്മളിങ്ങനെ കൈ കൊണ്ട് നൂലിട്ട് വലിച്ചിട്ട് ഈ ഒരു രീതിയിലാക്കിയിട്ട് കൊണ്ടുവരിക. ഓക്കെ, നമ്മൾ ഈ യോക്ക് പോർഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഹാക്കോബ ഫാബ്രിക്കിൻ്റെ നല്ല ഭാഗം മുകളിൽ വെക്കുക. സോ അതിൻ്റെ മുകളിൽ ഒരു കോട്ടൻ്റെ ഫാബ്രിക് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ നേരത്തെ വെട്ടിയിട്ടുള്ള ആ ഒരു ഫാബ്രിക് വെക്കുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ നല്ലോണം ഒന്ന് പിൻ ചെയ്യാം. ജസ്റ്റ് നല്ലോണം ഒന്ന് സെക്വയർ ആക്കി വെക്കുക. എന്നിട്ട് നമുക്കതിനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ
ഞാനിതിൽ കാണിക്കുന്ന പോലെ നമ്മൾ ചെസ്റ്റിൻ്റെ പാർട്ടും ആം ഹോളിൻ്റെ പാർട്ടും നെക്കിൻ്റെ പാർട്ടും അതേപോലെ മറ്റേ സൈഡും ചെസ്റ്റിൻ്റെ ഭാഗവും ആം ഹോളിൻ്റെ ഭാഗവും തയ്ച്ചെടുക്കാം. ഓക്കെ, ബാക്കും ഫ്രണ്ടും സെയിം ഇതേപോലെ തയ്ച്ചെടുക്കുക. നമ്മൾ തയ്ച്ച ഭാഗം ജസ്റ്റ് നമ്മളൊന്ന് വെട്ടിട്ട് കൊടുക്കുക നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതിൽ ഒരു പീസ് നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചിടുക, ഒരു പീസ് നമ്മൾ തയ്ച്ച് വെച്ച പാടെ വെക്കുക. എന്നിട്ട് മറിച്ചിട്ട ആ ഒരു പീസ് ജസ്റ്റ് തയ്ച്ച് വെച്ചതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ഷോൾഡർ കയറ്റിയിട്ട് ജസ്റ്റ് അവിടെ നല്ല നീറ്റാക്കി പിടിച്ചിട്ട് അവിടെ നിന്ന് തയ്ച്ച് കൊടുക്കുക. അതേപോലെ തന്നെ മറ്റേ സൈഡും ചെയ്യാം. അപ്പോൾ 2 ഷോൾഡറും അതേപോലെ നല്ല രീതിക്ക് നീറ്റാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. പറയുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അത് എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഹൈക്കോബ ഫാബ്രിക്കാണ് 2 പാർട്ടിലും മുകളിലേക്ക് വരേണ്ടതെന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ യോക്ക് പോർഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് തിരിച്ചിട്ട് നോക്കുക. അപ്പോൾ ഓക്കെയാണ്, ഏകദേശം ഓക്കെയാണ്. സോ ഇതുപോലെ നീറ്റായിട്ട് തന്നെ കിട്ടും. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് മൈനസ് ഉണ്ട്. സോറി. സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസൊക്കെ ശരിക്കും സ്കിപ്പായി പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റാത്തത് നിന്ന്. അപ്പം ഇനി നമ്മൾ യോക്കിൽ നമ്മൾ അളവ് മാർക്ക് ചെയ്യാണ്. സോ 11 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. നമുക്ക് വേണ്ടത് 22 ഇഞ്ചസ് ആണെങ്കിൽ ആ ഒരു രീതിയിൽ മാർക്ക് ചെയ്യുക. അതേപോലെ 7 ഇഞ്ച് യോക്കിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്തിട്ട് ഞാൻ എക്സ്ട്രാ ഉള്ള കുറച്ച് ഫാബ്രിക് കട്ട് ചെയ്തെടുക്കുകയാണ് തയ്യൽ തുമ്പ് അവിടെ വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ചെസ്റ്റിൻ്റെ പാർട്ട് നമ്മളൊന്ന് തയ്ച്ചെടുക്കുകയാണ്. അളവിനനുസരിച്ചിട്ട് നിങ്ങൾ ബേബീസിൻ്റെ അളവനുസരിച്ച് ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുത്താൽ മതി. സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് 20 to 22 ആ ഒരു മെഷർമെൻറ്റാണ് കറക്റ്റായിട്ട് വരിക. ഓക്കെ, അപ്പോൾ യോക്ക് നമ്മളത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പാർട്ട് നോക്കാം. സ്കേർട്ടിൻ്റെ പാർട്ടിൻ്റെ ബാക്ക് പോർഷനാണ് കേട്ടോ ഇത്. അപ്പം ജസ്റ്റ് ആ ഒരു പോർഷൻ നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പം നെക്സ്റ്റ് പാർട്ട് വരുന്നത് നമുക്ക് ഈ ഒരു പീസ് യോക്കിലേക്ക് അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ്. യോക്കിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കെയർ ചെയ്യണം, കാരണം കുടുങ്ങി പോവാതെ നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ചെസ്റ്റിൻ്റെ പോർഷനിൽ നിന്നാണ്. സോ ആ ഒരു ഭാഗത്ത് നമ്മൾ ആ ഒരു ജോയിൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് അവിടെ നിന്ന് തുടങ്ങാം. മെല്ലെ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു ഏരിയയിൽ ജസ്റ്റ് നല്ലോണം ശ്രദ്ധിക്കുക കുടുങ്ങിപ്പോകാതെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിങ്ങനെ ഫുള്ളായിട്ട് ജസ്റ്റ് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊണ്ടുവരാം. അപ്പം നമുക്ക് നല്ല രീതിയിൽ ഫിനിഷായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമ്മളിത് ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് മെഷീനിൽ എടുത്തിട്ട് ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫിനിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് 9 ഇഞ്ചസ് ആണ്. ചെസ്റ്റ് റൗണ്ട് വരുന്നത് 20 to 24. ഓക്കെ, അപ്പം ടോപ്പ് ലെങ്ത് 9 ആയതുകൊണ്ട് ഒരു 11 ഇഞ്ചസ് മാർക്ക് ചെയ്യാം നമുക്ക്. പിന്നെ ഷോൾഡർ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ദെൻ നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യേണ്ടത് ഒരു 4.5 ഇഞ്ചസ് ആണ്. ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നത് ഒരു 7 ഇഞ്ചസ് ആണ്. ഓക്കെ, ദെൻ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. താഴെ പോർഷനും അതേപോലെ തന്നെ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ചിട്ട് നമ്മൾ ഈ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ടോപ്പിൻ്റെ പോർഷൻസിൽ കുറച്ച് ഭാഗം എന്നോട് സ്കിപ്പായി പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ നോക്കാം കേട്ടോ. ഓക്കെ, താഴെ നമ്മൾ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തും അതേപോലെ മാർക്ക് ചെയ്യാം. വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് 2 ഇഞ്ചസും നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് 2.5 ആണ്. ജസ്റ്റ് ഒന്ന് റൗണ്ട് അപ്പ് ചെയ്തിട്ട് നമുക്കതൊന്ന് വെട്ടിയെടുക്കാം. പിന്നെ ഇതിലെനിക്ക് ചെറിയൊരു മൈനസ് പറ്റിയിട്ടുള്ളത് നെക്ക് തയ്ക്കുന്ന ബാക്ക് നെക്ക് തയ്ക്കുന്ന വീഡിയോ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാനത് നല്ലോണം പറഞ്ഞു തരാം, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് 10 ഇഞ്ചസ് ആണ്. അതേപോലെ ആം ഹോളിൻ്റെ സൈഡ് മാർക്ക് ചെയ്യുന്നത് 7 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് 2 ഇഞ്ചസ് താഴോട്ടേക്ക് മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് കർവ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. താഴെ പോർഷൻ മാർക്ക് ചെയ്യുന്നത് ഒരു 4 ഇഞ്ചസ് ആണ്. എന്നിട്ട് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ്. സ്ലീവ് ജസ്റ്റ് ഒന്നുകൂടെ കർവ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് പോർഷന്. ഓക്കെ, ദെൻ സ്ലീവ് ഒന്ന് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ. ഒരു ചെറിയൊരു കുഞ്ഞു പഫ് സ്ലീവാണ് കേട്ടോ വരുന്നത്. ഇത് ജസ്റ്റ് ഒരു 2-3 ലെയേഴ്സ്. ഓക്കെ, ദെൻ നമുക്ക് വേണ്ടത് യോക്കിൻ്റെ സെയിം ലെങ്ത്തിലുള്ള 2 കോട്ടൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ വേണ്ടത്. ബാക്കും ഫ്രണ്ടും ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത്. അപ്പം അതിൽ നിന്നൊരു കോട്ടൻ്റെ ഫാബ്രിക്കും അതേപോലെ നമ്മൾ കട്ട് ചെയ്ത് തന്ന ഒരു പീസും ജസ്റ്റ് നമ്മൾ നേരത്തെ യെല്ലോ പീസ് തയ്ച്ച മാതിരി തന്നെ ചെസ്റ്റിൻ്റെ ഭാഗവും ആം ഹോളിൻ്റെ ഭാഗവും നെക്കിൻ്റെ ഭാഗവും
തയ്ച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് വെട്ടിട്ട് കൊടുക്കുക. ഇതിൻ്റെ ബാക്ക് പോർഷനാണ് വരുന്നത്. ബാക്ക് പോർഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു മോഡലാണ് ബാക്ക് പോർഷൻ നമ്മളിത് തയ്ച്ച് കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്ക്കുകയെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇത് നെക്കാണെന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ ആ ഒരു ഡോട്ടഡ് ചെയ്ത ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. നമ്മളൊരു വെട്ടിട്ട് കൊടുത്തിട്ട് സെൻറ്ററിൽ ഒരു വെട്ടിട്ട് കൊടുത്തിട്ട് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ആ ഡോട്ടഡ് ചെയ്ത് അതേപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത പോലെ തന്നെ തയ്ക്കാൻ നോക്കുക. എന്നിട്ട് ആ തയ്ച്ചിട്ട് ഫുള്ളായിട്ട് വരുമ്പോൾ സെൻറ്റർ പോർഷനിൽ എത്തുമ്പോൾ ഒരു ഭാഗത്തേക്ക് ജസ്റ്റ് ഇതേപോലെ ജസ്റ്റ് ഒരു ചിരട് വെച്ചിട്ടോ അതല്ല നിങ്ങളുടെ കയ്യിൽ ക്ലോത്ത് ആണുള്ളതെങ്കിൽ ക്ലോത്ത് വെച്ചിട്ടോ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ബാക്കി നെക്കും കാര്യങ്ങളൊക്കെ തയ്ക്കുന്നത് സെയിം അതേപോലെ തന്നെയാണ് കേട്ടോ. ദെൻ നമ്മൾ നേരത്തെ അറ്റാച്ച് ചെയ്തതുപോലെ ഷോൾഡർ ഒരു ഭാഗം മറിച്ചിട്ടിട്ടും ഒരു ഭാഗം നല്ല രീതിക്ക് വെച്ചിട്ടും ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ജസ്റ്റ് കുറേ വീഡിയോസ് ഈ ഒരു ടോപ്പിൻ്റെ ഭാഗത്തു നിന്ന് മിസ്സായി പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ 4 ഇഞ്ച് അലാസ്റ്റിക് വെച്ചിട്ട് സ്ലീവിൻ്റെ എൻഡ് പാർട്ട് ജസ്റ്റ് ഒന്ന് അലാസ്റ്റിക് വെച്ചിട്ട് ഫിനിഷ് ചെയ്യാം. അതിന് നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗം മാക്സിമം ലൂസ് ഇട്ടിട്ടാണ് തയ്ക്കുന്നത്. പിന്നെ ഇതിൻ്റെ എൻഡ് പോർഷന് വരുന്നത് ഒരു 70 ഇഞ്ച് അലാസ്റ്റിക് ഇട്ടിട്ട് ജസ്റ്റ് നമ്മൾ പാൻറ്റിനൊക്കെ കയറിടുന്ന പോലെ ജസ്റ്റ് ഒരു ഹോൾ വെച്ചിട്ട് ഈ അലാസ്റ്റിക് ഒന്ന് തയ്ച്ച് കൊടുക്കുക. ലാസ്റ്റ് സെക്ഷൻ അത്ര കംഫർട്ടബിൾ ആയിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. സോറി. നെക്സ്റ്റ് വീഡിയോയിൽ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരിക്കുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക.